ഒരിക്കൽ കൂടെ ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രവും. കൂടി വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്ന സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ദ ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നമുക്ക് എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ ഏതെല്ലാം എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ എവിടം വരെ എത്തിയിരുന്നു എന്ന്. സ്തോത്രം. പെട്ടെന്നൊന്ന് റീകളക്ട് ചെയ്താൽ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ കൂടെ ഇല്ലാതിരുന്നവർക്കും അത് ഒരു സഹായകമായിരിക്കും. ദ ഫസ്റ്റ് ഏജന്റ്, ഒന്നാമത്തെ ഏജന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് നിങ്ങൾ പലരും മറന്നെന്ന് എനിക്ക് തോന്നുന്നു. ഗാഡ് ഹിംസെൽഫ്, ദൈവം തന്നെയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒന്നാമത്തെ മാധ്യമം. ഗാഡ് ഹിംസെൽഫ്. അതിന്റെ പല വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഹൗ ഡസ് ഗാഡ് സാങ്ക്ടിഫൈ us? ദൈവം എങ്ങനെയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. ദൈവമാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന മറ്റെല്ലാ മാധ്യമങ്ങളുടെയും ഉറവിടം. ഓക്കെ, God provides all other medias also for our sanctification. ബാക്കിയുള്ള മീഡിയാസ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നെയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. നാം അതിന്റെ ആദ്യ ഭാഗം കണ്ടു. പ്രത്യേകിച്ച് 1 തെസ്സലോനിക്കർ 5:23 വാക്യത്തിൽ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആ മുഴുവനും എന്നതിന്റെ അർത്ഥം നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ശുദ്ധീകരിക്കപ്പെടണം. 2, നമ്മെ ശുദ്ധീകരിക്കുന്ന മാധ്യമം ഏതാണെന്ന് നമ്മൾ കണ്ടത്. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനത്താലാണ് ശുദ്ധീകരണം. അപ്പൊ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്, രണ്ടാമത്തെ മാധ്യമം ദൈവത്തിന്റെ വചനത്താലുള്ള ശുദ്ധീകരണം. സാങ്ക്ടിഫിക്കേഷൻ with or by the word of God. ഓക്കെ, വചനത്താലുള്ള ശുദ്ധീകരണം. മൂന്നാമത്തെ മാധ്യമം നമ്മൾ കണ്ടു. ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മീഡിയ, ദ തേർഡ് മീഡിയ. ക്രിസ്തുവാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. നാം അതേപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു നമ്മെ എങ്ങനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നമ്മൾ അതിനു വേണ്ടി പല വാക്യങ്ങൾ എടുക്കുകയുണ്ടായി. പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ലാസ്റ്റ് വീക്ക് ആർക്കും ഓർമ്മയില്ല. Jesus wasn't. എന്തോ? Jesus at Gethsemane, he was in trial because Jesus. It was planned that Jesus will be the sacrificial lamb for us at eternity itself. But again at the virgin birth and at the Gethsemane, he was passing through that passion to surrender to God's will, and he won that victory through prayer, that we all could be, through his sacrifice, we all could be cleansed. Okay, good. അതിന്റെ കീ തീം എന്ന് പറയുന്നത്
എന്ന് നമ്മൾ ചിന്തിച്ചതുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളൊരു പാട്ടും പാടിയായിരുന്നു. ആ ഇഷ്ടത്തിൽ തന്റെ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടല്ലേ, ആ ഇഷ്ടത്തിൽ. എവിടെ നമ്മൾ വായിച്ചത്? എബ്രായ ലേഖനം. ഒന്നും കൂടെ വായിച്ചുള്ള വാക്യം, 10-ാമത്തെ അധ്യായം. യെസ്, ഹീബ്രൂസ് 10. നമ്മളിപ്പം വായിക്കുന്നത് 10-ാം വാക്യം മാത്രം മതി. The verses we took that were from 5 following, but again we will now read verse number 10. 10-ാമത്തെ വാക്യം. By the which will we are sanctified through the offering of the body of Jesus Christ once for all time. Okay, by that will. സ്തോത്രം. ആ ഇഷ്ടത്തിൽ. ഏത് ഇഷ്ടത്തിൽ എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ആ ഇഷ്ടത്തിൽ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നാം എന്ത് ചെയ്തു? യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. We are sanctified by the sacrifice Jesus made on the cross in the will of God. So we saw what was God's will for us. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതം എന്ത് എന്നുള്ളതും നമ്മൾ കണ്ടു. അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിരുന്നു. ഒന്ന്, എ പാർട്ടിസിപ്പേഷൻ ഓർ എ പാർട്ടേക്കിംഗ് ഇൻ ദ നേച്ചർ ഓഫ് ഗാഡ് ആൻഡ് പാർട്ടേക്കിംഗ് ഇൻ ദ ലൈഫ് ഓഫ് ഗാഡ്. God's will for us, ultimately God's will for the human race. മാനവജാതിക്ക് വേണ്ടിയുള്ള ദൈവഹിതത്തിന്റെ 2 വശങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം പങ്കാളികളായിട്ട് തീരുക, അല്ലെങ്കിൽ നമുക്കൊരു പങ്കാളിത്വം തരിക. 2, ദൈവത്തിന്റെ ജീവനിൽ നമ്മെ പങ്കുള്ളവരാക്കുക. ദൈവത്തിന്റെ സ്വഭാവത്തിലെ പങ്കാളിത്വത്തിന് പറയുന്ന പേരാണ് വിശുദ്ധീകരണം. ദൈവത്തിന്റെ ജീവനിലെ പങ്കാളിത്വത്തിന് പറയുന്ന പേര് ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ്, നിത്യ ജീവൻ. സ്തോത്രം. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. സ്തോത്രം. ഇപ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് കരുതുന്നു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു. ആ വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഒത്തിരി അങ്ങ് നീണ്ടുപോകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ അവിടെ അതങ്ങ് നിർത്തുന്നു. എന്നിട്ട് അടുത്ത ഏജന്റ്, അതിനോട് ചേർത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിരുന്നു, the fourth agent of sanctification is the blood of Jesus. The blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. രക്തത്താലുള്ള ശുദ്ധീകരണമാണ് അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. സ്തോത്രം. നാം അതേപ്പറ്റിയും കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു തൊട്ട് വിട്ടിരുന്നു. സ്തോത്രം. യേശുക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത്. കാരണം യേശുക്രിസ്തു വേറെ ഭസ്മവും പൊടിയും വെള്ളവും കൊണ്ടൊന്നും അല്ല നമ്മെ ശുദ്ധീകരിക്കുന്നത്. പിന്നെ എങ്ങനെ തന്നെയാണ്? യേശുവിന്റെ രക്തത്താൽ തന്നെയാണ്. സ്തോത്രം. ഓക്കെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെയാണ്. അപ്പോൾ ക്രിസ്തു നമ്മെ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, the very person of Jesus Christ, the very person of Christ and the very work of Christ, യേശുക്രിസ്തുവിന്റെ ആളത്വവും യേശുക്രിസ്തുവിന്റെ
ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയും നിമിത്തമാണ് ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഘടകം യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. The very blood of Jesus that shed on the cross is the very key for our sanctification. സ്തോത്രം. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ആ ചൊരിഞ്ഞ രക്തം എന്ന് പറയുമ്പോൾ what is actually the blood of Jesus? What do we mean by the blood of Jesus? യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് നമ്മൾ? Yes, it is the very life of Jesus. It's the very life of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ ശരീരത്തിൽ എന്തുമാത്രം രക്തമുണ്ടാകുമെന്ന് വൈദ്യശാസ്ത്ര പ്രകാരം. മെഡിക്കൽ ഫീൽഡിലുള്ളതൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ, അല്ലെ? ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ ശരീരത്തിൽ എന്തുമാത്രം രക്തം കാണും? എത്ര? 5.5 ലിറ്റർ. പൊതുവെ പറയപ്പെടുന്നത് 5.5 ലിറ്റർ രക്തമെന്ന്. 5.5, ചിലരുടെ കണക്കുകൾ അല്പം വ്യത്യാസമുണ്ട്, എന്നാലും പൊതുവെ 5.5 എന്ന് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞപ്പോൾ, സാധാരണ ഒരാള് ബ്ലഡ് കൊടുത്താൽ നമുക്കറിയാം 250 to 350 ml ഒരു ബോട്ടില് എന്ന് നമ്മൾ പൊതുവെ പറയും. ഇനിയും പോട്ടെ, ഇനി ഒരു ഇച്ചിരി ആവശ്യം കൂടുതലും ഈ കൊടുത്തയാൾക്ക് ചോരയും ഒത്തിരി ആണെന്നും വെച്ചു, എന്നാ പോലും 350 400 മില്ലിയിൽ കൂടുതൽ എടുക്കത്തില്ല. എടുത്താൽ എന്താ പ്രശ്നം? പിന്നെ ആ പുള്ളിക്ക് അങ്ങോട്ട് ചോര കൊടുക്കേണ്ടി വരും ജീവിച്ചിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ രക്തം ഒരു അളവിൽ അധികം ഒരു വ്യക്തിയിൽ നിന്നും എടുത്താൽ ആ ആളിന്റെ ജീവൻ അപകടത്തിലാകുന്നു. യേശു അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, നാം അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിന്റെ ജീവൻ പൂർണ്ണമായും നമുക്ക് വേണ്ടി തന്നു എന്നുള്ളതാണ്. ക്രിസ്തു തൻ്റെ ജീവൻ, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നു. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. ബ്ലഡ് കണ്ടെയ്ൻസ് ദ വെരി ലൈഫ്, ഓർ ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. And therefore, when Jesus shed his blood, that means he gave his life for us. യേശു തൻ്റെ ജീവനെയാണ് നമുക്ക് വേണ്ടി തന്നത്. സ്തോത്രം. ജീവനെ തരാൻ വേറെ അനാലജീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് രക്തം ചിന്തി എന്ന് നാം വായിക്കുന്നു. രക്തം നമുക്ക് വേണ്ടി തന്നു എന്ന്. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് ഈ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നാം രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നത്? How does the blood sanctify us? How do we get sanctification by the blood of Jesus? It's very simple to understand. വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ലളിതമായി അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ച അടിസ്ഥാന തത്വം ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. സാങ്ക്ടിഫിക്കേഷൻ മീൻസ്, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂഫസിന് പറയാമോ?
അല്ലെങ്കിൽ ഇമ്പോസിഷൻ തരും. Separate from the common. ഓക്കെ, ഗുഡ്. രക്ഷപ്പെട്ടു. Sanctification means get set apart. Okay, set apart. മാറ്റിവെക്കുക, വേർതിരിക്കുക എന്നാണ് വിശുദ്ധീകരണത്തിന്റെ അർത്ഥം. നമ്മളത് കണ്ടു, പല പ്രാവശ്യം കണ്ടു. ഹഗിയാസ്മോസ് എന്ന ഗ്രീക്ക് പദം. ഹഗ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് വേർഡ്സ് ആണുള്ളത്. ഹാഗ് എന്നുള്ളത് HAG, ഹാഗ് എന്നുള്ള എ ഫാമിലി ഓഫ് വേർഡ്സ് ഉണ്ട് ഗ്രീക്കിൽ. ആ ഫാമിലി ഓഫ് വേർഡ്സ്, ആ വാക്കുകളുടെ അർത്ഥം ഇതാണ് സെറ്റ് അപ്പാർട്ട്. അപ്പോൾ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിനായിട്ടും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ടും നമ്മെ മാറ്റിവെക്കുക എന്നതാണ് അർത്ഥം. ആ സെറ്റ് അപ്പാർട്ട്, മാറ്റിവെക്കുക എന്ന അർത്ഥത്തിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥവും കൂടെയുണ്ട്. അതെന്താണ്? അതാണ് being the very private property of someone. That means to possess, to be possessed. Okay, set apart. ഇപ്പം ഈ ഒരു കാര്യത്തെ ഞാന് മാറ്റിവെക്കുന്നെങ്കിൽ ആർക്ക് വേണ്ടിയാണത്? ഫോർ മൈസെൽഫ്. എനിക്ക് വേണ്ടി ഞാൻ ഇത് മാറ്റിവെക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വിശുദ്ധീകരണം എന്ന പദത്തിന്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങളിലാണുള്ളത്. ഒന്ന് എന്താണ്? വേർതിരിക്കുക. രണ്ട് ദൈവത്തിന്റെ സ്വന്തമായിരിക്കുക. ഓക്കെ, സെറ്റ് അപ്പാർട്ട്, ടു ബി the very possession of God himself. വേറെ ആരുടെയും നാം ആയിരിക്കാതിരിക്കുക, ദൈവത്തിൻ്റെത് മാത്രമായിരിക്കുക. To become God's own possession, to become God's own property, to become God's own treasure. ദൈവത്തിന്റെ മാത്രം സമ്പത്തായിരിക്കാൻ. That means to be an independent possession of God. None else has any sort of right over us. Got it? വേറെ ആർക്കും നമ്മുടെ മേൽ യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാത്തതുപോലെ ദൈവത്തിന്റെ സ്വന്തമായി പോരാ, ദൈവത്തിന്റെ മാത്രമായിരിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെടുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ? സ്തോത്രം. നമുക്കത് ഒന്ന് വായിക്കാം. നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടെ. ലെവിറ്റിക്കസ്, ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ലെവിറ്റിക്കസ് 20:26. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തിനാ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചത്? നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന്. കണ്ടോ? വേർതിരിക്കുക
എന്നിട്ട് എന്തിനാ വേർതിരിച്ചേ? ദൈവത്തിന് മാത്രം ഉള്ളവരായിരിക്കാൻ വേണ്ടി. എപ്പോഴും ആ കാര്യം ഓർത്തുകൊള്ളണം. വിശുദ്ധീകരണത്തിൽ ഒരു വേർതിരിവ് മാത്രമല്ല, ഒരു വേർപാട് മാത്രമല്ലുള്ളത്. നമ്മൾ നേരത്തെ വ്യത്യസ്തത വേണമെന്നും കണ്ടു. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു മറ്റു തലമാണ്, മറ്റൊരു അർത്ഥമാണ് ഇവിടെ കാണുന്നത്. ദൈവം നമ്മെ വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിൻ്റെത് ആയിരിക്കുവാൻ. To be owned by God alone. If we are separated, that is the first part of sanctification. And the second part here is to be owned by whom all? ആരുടെയൊക്കെ സമ്പത്തായി നമ്മൾ ഇരിക്കണം? ഓൺലി ടു ഗാഡ്. ദൈവത്തിന്റെ മാത്രം നമ്മൾ സമ്പത്തായിരിക്കണം. 26:45, 26:45 ലെവിറ്റിക്കസ്. ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണെ മിസ്രയീം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. അവിടെ എന്താ പറയുന്നത്? എന്തിനാ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നത്? ഞാൻ അവർക്ക് ദൈവമായിരിക്കേണ്ടതിന്. സ്തോത്രം. ഞാൻ അവർക്ക് ദൈവമായിരിക്കേണ്ടതിന്. That I may be their God. സ്തോത്രം. ഞാൻ അവരുടെ അല്ലെങ്കിൽ അവർക്ക് ദൈവമായിരിക്കേണ്ടതിന്. സ്തോത്രം. One more verse. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒന്നും കൂടെ നമുക്ക് നോക്കാം. Deuteronomy 7:6. ആവർത്തന പുസ്തകം 7:6 വാക്യവും കൂടെ. ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ തെരഞ്ഞെടുത്തത്? ദൈവത്തിന് സ്വന്തം ജനമായിരിക്കേണ്ടത്. സ്തോത്രം. സ്പെഷ്യൽ പീപ്പിൾ ഫോർ ഗാഡ് അലോൺ. ദൈവത്തിന്. യെസ്, ഫോർ ഗാഡ് ഹിംസെൽഫ്. So this is the very important aspect of sanctification. വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. വേർതിരിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെത് മാത്രമായിരിക്കാൻ, ദൈവത്തിന്റെ സ്വന്തമായിരിക്കാൻ. ഓക്കെ, ദൈവത്തിന്റെ സ്വന്തവും ദൈവത്തിന്റെ മാത്രവുമായിരിക്കാൻ. ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയാറുണ്ട്, ഇതെന്റെ സ്വന്തം ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ തമാശ രൂപത്തിലൊക്കെ പറയുന്നത്. അതെ, ഇത് കണ്ട എന്റെ സ്വന്തം ഭാര്യയാണ്. അതിനകത്തൊരു അന്തർലീനമായ അർത്ഥം ഇതാണ്, എന്റെ മാത്രം ഭാര്യയാണ്, എന്റെ മാത്രം, വേറെ ആരുടെയുമല്ല. ചില മക്കൾ ഇതുപോലെ പറയും അപ്പനെയും അമ്മയെയും കുറിച്ച്, എന്റെ സ്വന്തം പപ്പ എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സിന് കൊടുക്കത്തില്ലെന്നാ പറയുന്നത്. സഹോദരങ്ങൾക്ക് പപ്പായുടെയും മമ്മിയുടെയും അവകാശം കൊടുക്കത്തില്ലെന്ന് ഒക്കെ പറയാറുണ്ട്. ചിലപ്പം ചില അപ്പനും അമ്മയ്ക്കും ചില മക്കളോട് കൂടുതൽ സ്നേഹം തോന്നിട്ട് ഇതെന്റെ സ്വന്തം മോനാന്ന് പറയും. അപ്പോൾ മറ്റ് കുഞ്ഞിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹം. റിബേക്കയുടെ കൂട്ട് ഒരു ചെറിയ സ്നേഹം, ഇച്ചിരി കൂടുതലൊക്കെ. ഇത് സ്വന്തം എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും അല്ല, എന്റേത് മാത്രം എന്ന അർത്ഥത്തിൽ. ഓർക്കണം, യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിന്റെ അർത്ഥം എങ്ങനെ എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിക്കുന്നത്? വിശുദ്ധീകരണത്തിന്റെ അർത്ഥം നാം ഇവിടെ കണ്ടു, ദൈവത്തിൻ്റെത് മാത്രമായിരിക്കാൻ, ദൈവത്തിന്റെ മാത്രം സ്വന്തമായിരിക്കാൻ നമ്മെ വേർതിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ എങ്ങനെയാണ് നമ്മുടെ
ശുദ്ധീകരണം നടക്കുന്നതെന്ന് മനസ്സിലേക്ക് കാണും. ഇനി ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. മനസ്സിലായോ? Come on please. മനസ്സിലായോ? ഓക്കെ, എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ജാനീസ്, യു ആർ ടെല്ലിങ് സംതിങ്. അൺമ്യൂട്ട് ആൻഡ് സേ. ഒക്കുന്നില്ലയോ? എങ്ങനെയാണ് യേശുവിന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? When we claim the blood of Jesus for ourselves, for our നമ്മുടെ സ്വന്തം ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോ കണ്ടു. യെസ്. ഹൗ ഒന്നുകൂടെ ചേർത്താൽ അത് ഫുൾ ആൻസർ ആയി. ഒരു പ്രത്യേക വാക്ക് അവിടെ ചേർക്കാനുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളെ കൊണ്ടും കൂടെ ഒന്ന് ചിന്തിപ്പിക്കാനാണ് ചോദിക്കുന്നത് കേട്ടോ. We become his bride. പോരാ, അത് പോരാ. എങ്കിൽ പിന്നെ വായിച്ചോളൂ. 1 Corinthians chapter 6 verse 19. 1 Corinthians 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ സാധാരണക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇപ്പൊ മനസ്സിലായല്ലോ. We are purchased with the blood of Jesus, and therefore who begins to own us? The one who paid the price. What was the price paid? The very blood of Jesus, the very life of Jesus. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, വിശുദ്ധീകരണം അത് എന്താണ്? ദൈവത്തിന്റെ സ്വന്തമായിരിക്കാൻ വേർതിരിക്കപ്പെടുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയാണ്. യേശുവിന്റെ രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ അർത്ഥം ഇവിടെ അപ്ലൈ ചെയ്യുക. എന്താ? യേശുവിന്റെ രക്തത്താൽ നമ്മൾ ദൈവത്തിന്റെ വകയായിത്തീരുന്നു. എങ്ങനെ? ഒന്നാമത്തെ അതിന്റെ അർത്ഥം നമ്മളിവിടെ കണ്ടത് ബൈ പർച്ചേസിങ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടുകയാൽ നാം ആ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയാം. സ്തോത്രം. നമുക്ക് പരിചിതമായ മറ്റൊരു വാക്യവും കൂടെ വായിക്കാം. 1 പത്രോസ് 1 Peter chapter 1 verses 18 and 19. 1 പത്രോസ് 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. ഇച്ചിരോട് ഉറച്ചു വായിച്ച മോളെ. സ്തോത്രം. കണ്ടോ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പ് അഥവാ ജീവിതത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ വില കൊടുത്ത് വീണ്ടും സ്വന്തമാക്കുക എന്നാണല്ലോ അർത്ഥം.
വീണ്ടെടുക്കുക. എന്താ വീണ്ടെടുപ്പിന്റെ അർത്ഥം? അന്യാധീനപ്പെട്ടു പോയതിനെ വില കൊടുത്ത് പിന്നെയും സ്വന്തമാക്കുക, വാങ്ങുക. So redemption, what is it? Redemption, redeemed, something is done, something redone. What is redone here? So redemption is what? Re-owning by a price which was lost, which was become someone else's possession or property. Once I owned it, but I lost the ownership. That became someone else's property. But finally, I had to buy it by a price. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കൊച്ചു കുട്ടിയുടെ ഒരു പ്ലേ ബോട്ടിന്റെ കാര്യം, കളി വള്ളത്തിന്റെ കാര്യം നമുക്കറിയാം. ഒരു അപ്പൻ ഒരു കളിവള്ളം ഉണ്ടാക്കി കൊടുത്തു, ഒടുവിൽ അത് നഷ്ടപ്പെട്ടു. കുട്ടി വളരെ പ്രയാസത്തിലായി. ഒടുവിൽ അത് ഒരു കടയിൽ കണ്ടു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടക്കാരൻ അതിന് വില ചോദിച്ചു, വില കൊടുത്തു. വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് ആ അപ്പൻ വില കൊടുത്ത് വാങ്ങി മോന് വേണ്ടി ആ വള്ളം തിരിച്ചു വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആ ബോട്ടിനോട് ആ അപ്പൻ പറഞ്ഞ പ്രസ്താവനയാണ് സുവിശേഷ പ്രസംഗ വേദികളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താ? ഓ ബോട്ട്, വൺസ് ഐ മെയ്ഡ് യു, ബട്ട് ടുഡേ ഐ ബോട്ട് യു. അല്ലയോ വള്ളമേ, ഞാൻ ഒരിക്കൽ നിന്നെ നിർമ്മിച്ചു, പക്ഷെ ഇന്ന് ഞാൻ നിനക്ക് വില കൊടുത്ത് വാങ്ങിച്ചു. ഇതാണ് റിഡംഷൻ. ഈ വള്ളം ഈ മനുഷ്യൻ്റെതായിരുന്നു, പക്ഷെ അത് അന്യാധീനപ്പെട്ടു പോയി, അന്യന് അധീനപ്പെട്ടു പോയി. അന്യന് അധീനപ്പെട്ടു പോയതിനെ ഇപ്പോൾ സ്വന്തം കീശയിലെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരികയാണ്. ഇതുപോലെ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ റിഡംഷൻ ഓഫ് മാൻ വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്നതിലൂടെ. സ്തോത്രം. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത് എന്താ? നാം ഇനിയും ആർക്കുള്ളവരല്ല, അവരവർക്ക് ഉള്ളവരല്ല. നാം ഇനിയും താങ്കൾക്കുള്ളവരല്ല. നാം ഇനിയും നമുക്കുള്ളവരാണോ? We are sanctified, we no more belong to ourselves. നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ ഇനിയും നാം ആർക്കുള്ളവരല്ല, അവരവർക്ക് ഉള്ളവരല്ല. കാരണം എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണത്തിന്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ വീണ്ടെടുപ്പിന് വിലയായി നൽകി നമ്മെ പാപത്തിന്റെ അധീനതയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി, സാത്താന്റെ അധികാരത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നാം ഇനിയും താങ്കൾക്കുള്ളവർ അല്ല, നാം ഇനിയും നമ്മുടെ സ്വന്തം അല്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇനിയും വേറെ ആരോടും ഒരു കടപ്പാടുമില്ല. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, റോമൻസ് 8:12. സ്തോത്രം. നാം ജഡത്തിനിയും
കടക്കാർ അല്ല. ഇന്നലെ വൈകിട്ടത്തെ നമ്മുടെ ക്ലാസ്സിലും ഇതിനോട് ചേർന്ന ചിന്തകളാണ് നമ്മൾ പങ്കുവച്ചത്. സ്തോത്രം. നാം ഇനിയും യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ അർത്ഥം നാം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. അർത്ഥാൽ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു. അർത്ഥാൽ യേശുവിന്റെ രക്തത്താൽ നാം ദൈവത്തിന്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ: നാം ഇനിയും നമുക്കുള്ളവരല്ല, ഇനിയും നാം താന്താങ്ങൾക്കുള്ളവർ അല്ല. രണ്ട്, നമ്മുടെ മേൽ അവകാശം പറയുന്ന വേറെ ആരുമില്ല. സ്തോത്രം. നമ്മെ അവകാശപ്പെടുത്തുവാൻ വേറെ ആർക്കും അധികാരം ഇല്ല. സ്തോത്രം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യവും കൂടെ നമുക്കൊന്ന് നോക്കാം. അതും ഒത്തിരി നമ്മൾ വായിച്ചിട്ടും പറഞ്ഞിട്ടും ഉള്ളതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24, 25, 26. Ephesians 5:24 following. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. പിന്നെ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അവളെ വചനത്തോടു കൂടി അവിടെ മുതൽ ശ്രദ്ധിച്ചോണം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി, ആ പദം ശ്രദ്ധിച്ചോണം, തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ? സ്തോത്രം. യേശുക്രിസ്തു ദൈവത്തിന്റെ സഭയെ സ്വന്തമാക്കേണ്ടതിന് എന്താ ചെയ്തത്? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് കൂടെ ഉണ്ടോ? യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ടു ഓൺ ദ ചർച്ച്, ദൈവസഭയെ സ്വന്തമാക്കേണ്ടതിന്. യേശുക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് സഭ തീരണമെങ്കിൽ എങ്ങനെ വേണം സഭ ആയിരിക്കേണ്ടത്? അവിടെ നമ്മൾ വായിച്ചല്ലോ, എങ്ങനെ വേണം ആയിരിക്കേണ്ടത്? Without spot or wrinkle. Yeah, without any spot or wrinkle. That means the church should be pure both from within and from without. അകത്തും പുറത്തും ഒരുപോലെ ശുദ്ധിയുള്ളവളായി ദൈവസഭ തീരണം. അതിനവിടെ പറഞ്ഞിരിക്കുന്നത് വെടിപ്പാക്കുക, വിശുദ്ധീകരിക്കുക, പിന്നെ നിഷ്കളങ്കയായിരിക്കുക, ശുദ്ധയായിരിക്കുക. കണ്ടോ? സ്തോത്രം. 4 പദങ്ങൾ അവിടെയുണ്ട്. വെടിപ്പാക്കണം, വിശുദ്ധീകരിക്കണം, പിന്നെ നിഷ്കളങ്കയായിരിക്കണം, ശുദ്ധി ചെയ്യണം. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ സഭ എന്താകും? തേജസ്സുള്ളവളായിട്ട് തീരും. ഇങ്ങനെയാക്കാൻ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്ന പദമാണ് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. സാങ്ക്ടിഫിക്കേഷൻ by the blood of Jesus. How he shed the blood as the price of our purchasing, the price of our redemption. Okay, that means he now owns us.
യേശു ക്രിസ്തു ഇപ്പോൾ നമ്മെ അവകാശപ്പെടുന്നു. എങ്ങനെ? താൻ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്. രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്. യേശു വന്ന് വെറുതെ നീ എന്റേതാണെന്ന് പറയുകയല്ല. സ്തോത്രം. ക്രിസ്തു നമ്മെ അവകാശപ്പെടുവാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സ്തോത്രം. We are bought with a price. Moreover, with a price that more than we deserve. നമുക്ക് അർഹമായതിനേക്കാൾ വലിയ ഒരു വില കൊടുത്ത് അവൻ നമ്മെ വാങ്ങിയതാണ്. സ്തോത്രം. യേശു കർത്താവ് കൊടുത്ത വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് മൂല്യമുണ്ടോ? സ്തോത്രം. We did not have the value. We did not have the value as Christ valued us. ക്രിസ്തു നമുക്ക് മതിച്ച വില സത്യത്തിൽ നമുക്കുണ്ടോ? ഇല്ല, ഇല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് നഷ്ടമായി പോയി, ഇത്രയും രൂപയ്ക്ക് അത് വാങ്ങിച്ചത് നഷ്ടമായി പോയി. പക്ഷെ വാങ്ങിച്ചവൻ പറയും, ഞാൻ ഇത്രയും വില കൊടുത്തത് വാങ്ങാൻ ഉള്ള കാരണം എന്താ? That was so precious to me. എനിക്കത് വളരെ വിലപ്പെട്ടതാ. അതുകൊണ്ട് ഞാൻ കൊടുത്ത വിലയേക്കാൾ വലുതായിട്ട് എനിക്ക് കിട്ടിയതിനെ ഞാൻ കണക്കാക്കുന്നു. Praise the Lord. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവിനോടും നമുക്ക് വേണമെങ്കിൽ പറയാം, യേശുവേ, ഇത് നഷ്ടക്കച്ചവടമായി പോയല്ലോ, ഇത്രയും വലിയ വില എന്തിനായി കൊടുത്തത്? ഇത്രയും വലിയ വില കൊടുത്തു യേശു. സ്തോത്രം. നമ്മൾ ഇവിടെ കണ്ടതുപോലെ the spectacular climax of the price Jesus paid was the blood. Got it? The spectacular climax of the price Jesus paid for our redemption was the blood he shed on the cross. As I used to say, but that was not the utmost price Jesus paid. Something more did he pay. യേശു നമുക്ക് വേണ്ടി കൊടുത്ത വില, സ്തോത്രം, രക്തമാണോ ഏറ്റവും വലിയ വില കൊടുത്തത്? യേശു രക്തം കൊണ്ടാണോ? Come on. He did not consider his sonship as great, the lordship as great. Yes. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത വിലയുടെ പാരമ്യം എന്ന് പറയുന്നത് രക്തമല്ല. പകരം എന്താ? സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ സ്ഥാനം, പിതാവിനോട് ഒപ്പമുള്ള തന്റെ പദവി. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. ഫിലിപ്പിയർ 2:6 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. ദൈവരൂപത്തിലിരിക്കെ ജീസസ് ഡിഡ് നോട്ട് കൺസിഡർ his equality with God. ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ അവൻ സ്വർഗം നമുക്ക് വേണ്ടി വെടിഞ്ഞു വന്നതാണ് വലിയ വില. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വിലയായിരുന്നു കാൽവറിയിൽ യേശു കൊടുത്തത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, the spectacular climax of the price Jesus paid was the shedding of his blood. സ്തോത്രം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, യേശുവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഇത് നഷ്ടക്കച്ചവടമാണ് നീ ഏർപ്പെട്ടതെന്ന്. കാര്യം എന്താ? പാപികളായ നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ചൊരിഞ്ഞ രക്തം എങ്ങനെയുള്ള രക്തമാണ്?
നിഷ്കളങ്കമായ Blameless രക്തം. blood. യെസ്, ബ്ലെയിംലെസ് ബ്ലഡ്. പ്രൈസ് ഗോഡ്. നമ്മളെ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചല്ലോ, ആരെ വീണ്ടെടുക്കാനാ? പാപികളായ നമ്മെ വീണ്ടെടുക്കാൻ. അയ്യോ, പാപിക്ക് വേണ്ടി പാപരഹിതമായ രക്തം കൊടുക്കുകയോ? സ്തോത്രം. നഷ്ടക്കച്ചവടമല്ലേ? എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അർഹമായതിനേക്കാൾ വലിയൊരു വില നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുടക്കി കേട്ടോ. സ്തോത്രം. ഈ പകലിൽ നമുക്കതൊന്ന് ഓർക്കാം. യേശുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം, അതിന്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. യേശുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ രക്തം വിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. ആർക്കു വേണ്ടി? പിതാവായ ദൈവത്തിന് വേണ്ടി. ആർക്കു വേണ്ടി? തനിക്കായിട്ട് തന്നെ. സ്തോത്രം. വേറെ ആർക്കും വേണ്ടിയല്ല. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് വേണ്ടി പോലും ഉള്ളവരല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നാം ഇനിയും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്കിഷ്ടമുള്ളതുപോലെ കണ്ണുപയോഗിക്കരുത്, നമുക്കിഷ്ടമുള്ളതുപോലെ തലച്ചോറ് ഉപയോഗിക്കരുത്, നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ ശരീര അവയവങ്ങളെ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ആർക്കുള്ളവരല്ല? നമുക്കുള്ളവരല്ല. പിന്നെ ഈ തലമുടി നാരിഴ മുതൽക്ക് കാൽപാദത്തിന്റെ അടിയിലെ ത്വക്ക് വരെയുള്ള മുഴുവൻ അവയവങ്ങളും മുഴുവൻ കോശങ്ങളും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തലമുടി മുതൽക്ക് ശരീരത്തിൽ എവിടെയും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇതിനെ ഉപയോഗിക്കണമെങ്കിൽ ആരോട് ചോദിക്കണം? ഉടയവനോട് ചോദിക്കണം. സ്തോത്രം. ഉടമസ്ഥനോട് ചോദിക്കണം. സ്തോത്രം. ഇന്നലെ ഞാൻ നമ്മുടെ ഇവിടെ വരുന്ന കമലേഷിന്റെ കടയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കമലേഷിനോട് ചോദിച്ചു, നിന്റെ സ്കൂട്ടി ഒന്ന് തരാമോ? അപ്പൊ കമലേഷ് പറഞ്ഞു, സ്കൂട്ടി ഉണ്ട്, പക്ഷേ സ്കൂട്ടി എന്റേതല്ല. എന്റെ കയ്യിൽ സ്കൂട്ടി ഇരിപ്പുണ്ട്, താക്കോൽ എന്റെ കയ്യിലാണ്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് എന്റേതല്ല. അതുകൊണ്ട് എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. 20 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരാള് സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് വന്നു. അപ്പൊ 20 കിലോമീറ്റർ ഒരു സൈഡിലേക്ക്, അങ്ങനെ 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് സ്കൂട്ടി ചോദിച്ചത്. പക്ഷെ താൻ പറഞ്ഞു, ഇത് എന്റേതല്ല, താൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം നമ്മൾ ആരുടേതല്ല? നമ്മുടേതല്ല. സാത്താനും പാപവുമൊക്കെ ഈ ശരീരത്തിന്റെ അവയവങ്ങളെ കടം വാങ്ങുമ്പോൾ നമ്മൾ അവയോടും എന്തു പറയണം? ഇതെന്റേതല്ല, നിന്റേതുമല്ല. ഇതിനെ അവകാശപ്പെടുന്ന ഒരു ഉടമസ്ഥനുണ്ട്. അവനൊരു വലിയ വില കൊടുത്താണ് ഇതിനെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിനും നിന്റെ ഇഷ്ടത്തിനും ഇതിനെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. ഇതിന് മുതൽ മുടക്കിയ ഉടയവന് മാത്രമേ, സ്തോത്രം, ഇതിന്റെ മേൽ അവകാശമുള്ളെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നമ്മൾ വിശുദ്ധിക്കായിട്ടും വിശുദ്ധീകരണത്തിനായിട്ടും വേർതിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവവും, അകവും പുറവുമുള്ള അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നമുക്ക് വേർതിരിക്കാം. നാം ആർക്കു മാത്രമുള്ളവരാണ്? നമുക്ക് വേണ്ടി മുതൽ മുടക്കിയ കർത്താവിന് മാത്രമുള്ളവരാ. വേറെ ആരും നമ്മുടെ മേൽ അവകാശം പറയാൻ ഇടവരരുത്. സ്തോത്രം. ലോകത്തിനും പിശാചിനും പാപത്തിനും ജഡത്തിനും ഒന്നും നമ്മുടെ മേൽ എന്തില്ല? അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മാത്രം വകയായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വെള്ളി പൊന്നും ഒന്നുമല്ല നമ്മെ വീണ്ടെടുത്തത്. ക്രിസ്തുവിന്റെ നിസ്തുല നിണം കരുണയാൽ കഴുകയാൽ അത്രേ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എന്നെ വീണ്ടെടുത്ത, എന്നെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തത്തിനായി സ്തോത്രമെന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട്
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കലെ ഏകാഗ്രമാക്കാം.